എല്ലാ സ്കൂളുകളിലും അന്ധവിശ്വാസത്തിൽ അടിസ്ഥാനമായിട്ടുള്ള കാര്യം നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഈശ്വര പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ ഈശ്വര പ്രാർത്ഥനകൾ അത് അങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അത് ആദ്യമായിട്ട് പറയുക. കാരണം കുട്ടികളാകുമ്പോൾ ഹിന്ദു ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗം ഉണ്ടാവും. പാടേണ്ട പാട്ടെന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന പാട്ടായിരിക്കും. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു മതത്തിനെ മാത്രം ഊന്നി നിന്നുകൊണ്ട് നടത്തുന്ന പാട്ട് വേറൊരു മതത്തിൽപ്പെട്ടവരെ കൊണ്ട് നിർബന്ധിച്ച് പാടിപ്പിക്കുന്നത് ശരിയാണോ? ജനഗണമന ഓക്കെ, അതൊക്കെ പ്രശ്നമില്ല, നമ്മൾ അംഗീകരിക്കപ്പെട്ടത്. NSS ഒരു ഗീതമുണ്ട്, അറിയാലോ, അതൊരു മതേതരത്വ ഗീതമാണ്, അത് അംഗീകരിക്കപ്പെട്ടു. ഓരോ സ്കൂളിലും അവർ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്ന പാട്ടുണ്ട്. അവരുടെ ക്രിസ്ത്യൻ പാട്ടുണ്ട്. മുസ്ലിം സ്ഥലത്ത് അത് ആ രൂപത്തിലുള്ള ഒരു സംഗതി ഉണ്ടാവാം. ഹിന്ദുസിന്റെ ആകുമ്പോൾ അത് വേറൊരു രൂപത്തിൽ ഉണ്ടാവാം. അത് നമുക്ക് പിന്നെ അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു പാട്ടോ ഇഷ്ടമില്ലാത്ത ഒരു ചിന്തയോ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരം നമുക്ക് ആർക്കില്ല. ഇനി സെക്യുലർ ആയിട്ടുള്ളതായിരിക്കണം ഈ പ്രാർത്ഥനകൾ എന്നാണ് ഞാൻ കാണുന്നത്. കേരളത്തിലാകെ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഈ കുട്ടികൾക്ക് 1ാം ക്ലാസ് ചേർന്ന കുട്ടി 1ാം ക്ലാസ് മുതൽ പഠിച്ച് 10ാം ക്ലാസ് വരുമ്പോൾ ഇതാണല്ലോ അവന്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പോലും നമുക്ക് കുട്ടികളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. കുട്ടികൾ സത്യം പറയുന്ന സുഹൃത്തുക്കളെ, വിദ്യാഭ്യാസ മന്ത്രി എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, മുത്താണെന്നൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. നമ്മളെല്ലാവരും കേട്ട, ഒരുപക്ഷെ നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ കേട്ട ഈ ഈശ്വര പ്രാർത്ഥനകളൊക്കെ സത്യം പറയാം ഇതൊക്കെ നിർത്തലാക്കണ്ടേ? രാവിലെ തുടങ്ങുമ്പോൾ തന്നെ ഈശ്വര പ്രാർത്ഥന, പിന്നെ നമ്മൾ പഠിക്കുന്ന സയൻസിനെ കുറിച്ചിട്ട് ഇത് തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. ദൈവം ഉണ്ടെന്ന് പറയുകയും എന്നാൽ അതിന് മുഴുവൻ നിരാകരിക്കുന്ന രീതിയിലുള്ള സയൻസ് ക്ലാസ്സുകളൊക്കെ തൊട്ടപ്പുറത്തെടുക്കുകയും സയൻസ് ക്ലാസ്സിലെടുക്കുന്ന അധ്യാപകർ അതിനേക്കാളപ്പുറം ആ ക്ലാസ്സൊക്കെ എടുത്ത അവസ്ഥ ഇതൊക്കെ ദൈവത്തിന്റെ കളിയെന്ന് പറയുന്ന അധ്യാപകർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള ഒരു ദുരവസ്ഥ ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ ഞാൻ സമ്മതിക്കെന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭാവിയെ ഈ ഒരു പ്രായം ചെന്ന മനുഷ്യൻ, അങ്ങനെയൊക്കെ പറയുന്ന മനഃപൂർവ്വമാണ് കേട്ടോ. ഈ പ്രായം ചെന്ന മനുഷ്യൻ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന കുട്ടികളൊപ്പമാണല്ലോ ഈ ഒരു ചെങ്ങാതി ഓടിപ്പോകുന്നതാണ്. ഭാവിയിൽ ഒരുപക്ഷെ 19 വർഷം കഴിഞ്ഞ് വേണ്ട കുട്ടികൾക്ക് എന്തൊക്കെ വേണമെന്ന് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. നോക്കൂ, സൂംബ എന്ന് പറയുന്ന ഡാൻസിനെ മാത്രം എടുക്കൂ, എത്ര പേരവിടെ എടുക്കുന്നത്? ഒട്ടുമിക്ക മതസംഘടനകളും, എനിക്ക് തോന്നുന്നു മുസ്ലിം മതസംഘടനകളും മുഴുവൻ എതിർത്തു. അവർ പിന്നെ അങ്ങനെയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്ന പരിപാടി അത്ര ഒന്നും ആർക്കും പാടില്ല എന്നൊക്കെ പറയുന്ന, അവർക്ക് വെറും സ്വർഗം അല്ലെങ്കിൽ നരകം എന്ന സംഗതി മാത്രം മതി. സ്ത്രീകളുടെ കാര്യത്തിലാണ് ഇവർ ഏറ്റവും വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവർ നരകത്തിൽ പോകണം, അവർ സ്വർഗത്തിൽ പോകണം എന്നത് മാത്രമാണ് ഇവരൊക്കെ പലപ്പോഴും ആലോചന. എന്തെങ്കിലും അതവിടെ കിടക്കട്ടെ. നോക്കൂ, നമ്മുടെ പുതിയ കുട്ടികൾക്ക്, ഒരുപക്ഷെ ഞാനോ ഇത് കേൾക്കുന്ന പല മുതിർന്ന ആൾക്കാരും, നമ്മളൊക്കെ ഈ സ്കൂൾ പഠിച്ച് തിരിച്ചു വരുന്ന സമയത്ത് പിറ്റേ ദിവസത്തെ കണക്ക് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വളരെ ടെൻഷനോടുകൂടി വീട്ടിലേക്ക് എത്തുക എന്നല്ലാതെ വേറൊന്നും ചിന്ത ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ വൈകുന്നേരം ട്യൂഷൻ ഉണ്ട്, പിറ്റേ ദിവസം ക്ലാസ് ഉണ്ട്. ഇതല്ല. നമുക്ക് ക്ലാസ് കഴിഞ്ഞ് അവസാനമാകുമ്പോഴത്തേനും 1 അവർ സൂംബ ഡാൻസ് ആണ്. നമ്മൾ ഡാൻസ് കളിക്കുന്നു, നല്ല പാട്ട് കേൾക്കുന്നു, ആഘോഷിക്കുന്നു. പിറ്റേ ദിവസവും ക്ലാസ്സിലേക്ക് പോകാനുള്ള ഒരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഉണ്ടാവുന്നു. നമുക്ക് എന്ത് തോന്നലുണ്ടായിരുന്നത്? പിറ്റേ ദിവസം രാവിലെ തന്നെ ചെന്ന് കഴിഞ്ഞാൽ കണക്ക് ടീച്ചർമാരുണ്ടാവും. അവിടെ കയറി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നെഞ്ചത്ത് നിന്ന് എല്ലാ സംഗതിയും പഠിച്ച മുഴുവൻ പോകും. ഗുണനപ്പട്ടിക, അത് ഇത് ഇങ്ങനെ നമ്മളെ മെനക്കെടുത്തി കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിൽ ഭയങ്കര അധികം ആശ്വാസത്തോടെ കുട്ടികളുമായിട്ട് വളരെ തന്മയത്വത്തോടുകൂടി ഇടപെടാൻ കഴിയുന്ന അധ്യാപകര്, വളരെ സ്നേഹത്തോടെ ഇടപെടാൻ കഴിയുന്ന അധ്യാപകര്, പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അവർ വ്യത്യസ്തമായിട്ട് പഠിപ്പിച്ചു തരാൻ കഴിയുന്ന അധ്യാപകരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അതല്ലാത്ത ആൾക്കാർ പഠിപ്പിക്കേണ്ട. നോക്കൂ, സൂംബ ഡാൻസിനെതിരെ തിരിഞ്ഞ ആ ഒരു അധ്യാപകനെ ഇപ്പൊ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന സന്തോഷ വാർത്തയാണ് ഇപ്പൊ കേൾക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന് ഒരു ഹായ് പറയില്ലാതെ വേറെ വഴിയില്ല കേട്ടോ. എന്റെ ലൈറ്റ് ഭയങ്കര പ്രശ്ന സുഹൃത്തുക്കളെ. വിദ്യാഭ്യാസ വകുപ്പിന് ഒരു ഗംഭീര കയ്യടി കൊടുക്കുക എന്നല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. അത്ര ഗംഭീരമായിട്ടുള്ളൊരു വാർത്തയാണത്. എനിക്ക് തോന്നുന്നത് സസ്പെൻഡ് ചെയ്താൽ പോരാ. ഇത്തരത്തിലുള്ള കുറെ മൊയന്ത അധ്യാപകരുണ്ട്. ഇതിനൊക്കെ പിരിച്ചുവിടണം. അർഹരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന, കുട്ടികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള നല്ല മാറ്റത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നതിനെ അതിനൊപ്പം നിൽക്കാൻ താല്പര്യമുള്ള ആളുകൾ പുറത്തുണ്ടെന്നേ. അവന്മാര് കയറട്ടെ, കുട്ടികളൊപ്പം നിൽക്കട്ടെ, അവരൊപ്പം ആടട്ടെ പാടട്ടെ, അവർ പഠിക്കട്ടെ. പുതിയ ലോകത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഈ വിമർശിക്കുന്ന ആളുകളൊക്കെ തീരാറായി. അവർ ലോകം കഴിഞ്ഞു. ഒരു പുതിയ ലോകത്തിന് വേണ്ടി കുട്ടികളൊക്കെ മാറ്റണം എന്നുള്ളതാണ്. എന്തൊക്കെയായാലും
അതിഗംഭീരമായിട്ടുള്ള തീരുമാനമാണ് മതപ്രാർത്ഥനകൾ നമ്മുടെ എല്ലാ തരത്തിലുള്ള ഈ പഠന സ്ഥാപനങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നതിനാണ്. അത് പ്രത്യേക മതങ്ങൾക്ക് പ്രത്യേക ദൈവ പ്രാർത്ഥനകൾ, ചില മതങ്ങളെ മാത്രം പ്രാർത്ഥനകൾ, അത് വ്യത്യസ്തമായിട്ടുള്ള ആളുകളൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക മത പ്രാർത്ഥനകളും മറ്റും പരിപാടികളൊക്കെ അവസാനിപ്പിക്കുക തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ് ഒരു മതേതരമായിട്ടുള്ള ഒരു നാടിനെ, ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് തോന്നിപ്പോകുന്നു. സുഹൃത്തുക്കളെ, ബൈ. അഭിപ്രായം തീർച്ചയായിട്ടും എഴുതണം.